ഇന്നത്തെ വീഡിയോയിൽ OPPo Find N3 അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. നല്ലൊരു അടിപൊളി ബോക്സിംഗിലാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. ഈ ഒരു ബോക്സ് നമുക്ക് നല്ലൊരു അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്താണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഫോൺ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഫോൺ അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. അതിനുശേഷം ബുക്ക്ലെറ്റ്സ് ഉണ്ട്. ബുക്ക്ലെറ്റ്സിന്റെ കൂടെ നമുക്കൊരു കേസും കൂടെ അവൈലബിൾ ആണ്. Type A to Type C USB കേബിൾ ഉണ്ട്. വാട്ടിന്റെ ഒരു പവർ അഡാപ്റ്ററും കൂടെ ഈ ഒരു ബോക്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നോർമലി ഫ്ലാഗ്ഷിപ്പ് ഫോണൊന്നും പവർ അഡാപ്റ്ററും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ ഈ ഓപ്പോയുടെ ഈ ഒരു ഫോണിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എനിവേ നമുക്കിവിടെ ബോക്സ് അവിടെ മാറ്റി വെക്കാം. നല്ലൊരു ഡീസെന്റ് ക്വാളിറ്റി ഉള്ള ഒരു കേസാണ് നമുക്ക് ഈ ഒരു ബോക്സിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ പാർട്ട് ആയിട്ടുള്ള ഫോണിലേക്ക് പോകാം. ഒരു രക്ഷയില്ല, നല്ല കിടിലം ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഫോൾഡ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യണം. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഫോൺ വരുന്നത്. നോർമലി ഫോൾഡഡ് ഫോൺസിലൊക്കെ നമുക്കിപ്പോൾ ക്യാമറയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ മെയിൻ അട്രാക്ഷൻ നമുക്ക് ഈ ഒരു ക്യാമറ തന്നെയാണ്. 48 മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറ, 48 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 64 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ സ്ക്രീനിൽ നോർമൽ ഒരു ഫോണിന്റെ സൈസിൽ തന്നെ അവൈലബിൾ ആണ്. 6.3 ഇഞ്ച് AMOLED LPTO ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ എക്സ്റ്റേണൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. 120 ഹെർട്സിന്റെ സപ്പോർട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇന്റേണൽ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലും 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 7.8 ഇഞ്ചിന്റെ AMOLED വിത്ത് LTPO ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്റേണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ HDR10+ ഡോൾബി വിഷൻ സപ്പോർട്ട് ഒക്കെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 8 Gen 2 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പോയുടെ ഡൈനാമിക് കമ്പ്യൂട്ടിംഗ് എഞ്ചിനും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 4800 mAh മാസീവ് ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ ഓപ്പോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ചാർജിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 67 വാട്ട് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഹാസൽബ്രാഡിന്റെ ഒരു ബ്രാൻഡിങ് കാണാൻ വേണ്ടി പറ്റും. ഹാസൽബ്രാഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ പോർട്രേറ്റ് മോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു കിടിലം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും അവൈലബിൾ ആകുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ColorOS 13.2 ബേസ്ഡ് ആയിട്ടുള്ള Android 13 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾഡിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1 മില്യൺ ടൈം ഫോൾഡ് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹിഞ്ച് മെക്കാനിസം ആണ് ഈ ഒരു ഫോണിലുള്ളത്. ക്രീസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്താണെങ്കിൽ നമുക്കത് നിയർലി അൺവിസിബിൾ ആണ്, കാണാൻ പറ്റുന്നില്ലെന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ ക്രീസ് ഉണ്ട്, എന്നാലും അവർ നിയർലി അൺവിസിബിൾ ആയിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു ഇംപ്രൂവ്മെന്റ് തന്നെയാണ്. ഒരു തിന്നും ലൈറ്റ് വെയിറ്റ് ഫോൺ തന്നെയാണ് ഈ ഓപ്പോയുടെ Find N3 എന്ന് പറഞ്ഞിട്ടുള്ളത്. 239 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. തിക്നെസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അൺഫോൾഡ് ചെയ്ത സിറ്റുവേഷനിൽ 5.8 mm മാത്രമേ വരുന്നുള്ളൂ. കളേഴ്സ് നോക്കുകയാണെങ്കിൽ 2 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗോൾഡൻ കളർ, ഒന്ന് ബ്ലാക്ക് കളർ. ഷാമ്പയിൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് എന്റെ കയ്യിലിരിക്കുന്ന മോഡൽ. ഇനിയിപ്പോൾ ഒരു ബ്ലാക്ക് കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക് കളറിൽ നമുക്കൊരു വീഗൻ ലെതറിന്റെ ഒരു ഫിനിഷിംഗ് ആണ് ബാക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുക. ഈ ഒരു ഫോൺ കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് OnePlus Openന്റെ സെയിം ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സംഭവം ഒന്ന് തന്നെയാണ്. ചില മാർക്കറ്റുകളിൽ ഈ ഒരു ഫോൺ OPPo Find N3 എന്ന് പറഞ്ഞിട്ടും ചില മാർക്കറ്റുകളിൽ ഈ ഒരു ഫോൺ OnePlus Open എന്ന് പറഞ്ഞിട്ടാണ് റിലീസ് ആകുന്നത്. കൺഫ്യൂഷന്റെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ ഫോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാർക്കറ്റിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് തോന്നിയത് ഇതിന്റെ ഒരു ഹിഞ്ച് മെക്കാനിസം ആണ് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. നല്ലൊരു വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സ്പ്ലിറ്റ് വ്യൂ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഒക്കെ അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിപ്പോൾ 3 സ്ക്രീനിൽ വരെ ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് അവൈലബിൾ ആണ്, സ്പ്ലിറ്റ് വ്യൂ സപ്പോർട്ട്. ഇനിയിപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ താഴത്തെ ഒരു ഡോക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ക്രീൻ വളരെയധികം വലിയതായതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. HDR10+ ഡോൾബി വിഷൻ സപ്പോർട്ട് ഒക്കെ ഉണ്ടായത് മൾട്ടിമീഡിയ കൺസെപ്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രോസസർ കിടിലം പ്രോസസർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കളിക്കാനുണ്ട്. It's very smooth. Yeah, the display is very comfortable, not too big, not too small. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, അതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. Qualcommന്റെ Snapdragon 8 Gen 2 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. OPPo Find N3 പിന്നെ OnePlus Openഉം രണ്ടും സെയിം ഫോൺ തന്നെയാണ്. ഇപ്പോൾ ചില മാർക്കറ്റുകളിൽ OPPo Find N3 എന്ന് പറഞ്ഞിട്ടും ചില മാർക്കറ്റുകളിൽ OnePlus Open എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫോൺ റിലീസ് ആകുന്നത്.
ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ദുബൈയിൽ നിന്നാണ്. ദുബൈയിൽ അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് OPPo Find N3 എന്നാണ്. ഇപ്പോൾ US മാർക്കറ്റിലൊക്കെ OnePlus Open എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സെയിം ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ OnePlus Open ആയിക്കോട്ടെ അല്ലെങ്കിൽ OPPo Find N3 ആയിക്കോട്ടെ, അതിന്റെ സ്പെസിഫിക്കേഷന് ഡിസൈന് എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പം OnePlus Open എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോൺ, അതിന്റെ കൂടെ നല്ലൊരു അടിപൊളി ക്യാമറ സിസ്റ്റം കൂടിയുള്ള ഒരു ഫോൺ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു കിടിലം പ്രീമിയം ലുക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ക്യാമറയോട് കൂടിയിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോൺ തന്നെയാണ് OPPo Find N3. നിങ്ങളുടെ ബഡ്ജറ്റ് അലവ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UAE മാർക്കറ്റിൽ 7,999 AD ആണ് ഈ ഒരു ഫോണിന് ഇപ്പോഴുള്ള പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രൈസിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് സ്ക്രീൻ ആണ്. ഫ്രണ്ട് സ്ക്രീൻ ഇപ്പൊ നമ്മളിപ്പോൾ എല്ലാ ടൈമിലും നമ്മളിപ്പോൾ അൺഫോൾഡ് ആയിട്ട് ഫോൾഡ് യൂസ് ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ ഒരു നോർമൽ ഫോണിന്റെ ഒരു വലിപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ, അതായത് ഒരു ബാർ ടൈപ്പ് സ്മാർട്ട് ഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നിന്നും ഫോണിലെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഫ്രണ്ട് സ്ക്രീനിലും ബാക്ക് സ്ക്രീനിലും ഈ ഒരു പ്രിവ്യൂ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഹാസൽ ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ പോർട്രേറ്റ് സിസ്റ്റം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കിടിലം പോർട്രേറ്റ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ക്യാമറയിൽ എടുത്ത കുറച്ച് സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഗെയിമിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലം പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പീക്കറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മുകളിലായിട്ടും താഴത്തായിട്ടും സ്പീക്കർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് എഫക്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും അവൈലബിൾ ആണ്. IR ബ്ലാസ്റ്റർ ഒക്കെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഡ്യുവൽ സിം ആണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഡ്യുവൽ സിം ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിം അല്ലെങ്കിൽ ഒരു eSIM എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. NFC സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്കിതില് വയർലെസ് ചാർജിങ് സപ്പോർട്ട് അല്ല. ഇപ്പൊ സാംസങ് ഫോൾഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്. അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 1 മില്യൺ ടൈം ഫോൾഡ് ചെയ്താണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു 100-150 പ്രാവശ്യം ഫോൾഡ് ചെയ്താണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 16 ഇയർ അല്ലെങ്കിൽ 18 ഇയേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഫോൾഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എനിവേ ഞാൻ ഇപ്പൊ യൂസ് ചെയ്ത സ്ഥിതിക്ക് നമ്മളിപ്പോ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ല ക്യാമറ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള പ്രീമിയം ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് OPPo Find N3. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എടുക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.